എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി എല്ലാവർക്കും നല്ലൊരു സായങ്കാലവും യൂട്യൂബ് കാണുന്നവർക്ക്, രാവിലെ കാണുന്നവർക്ക് എല്ലാവരും നല്ലൊരു ദിവസവും ആശംസിക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതൊരു ആണ്. എന്താണ്? എപ്പോഴും ഒരേ രീതിയിൽ ചലിക്കുന്നതല്ല ജീവിതം. ജീവിതത്തിന് ഭാവവും താളവും ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജീവിതം ഉണ്ടാകുന്നത്. അപ്പൊ ഭാവം ഉണ്ടാവണമെങ്കിൽ അതിലൊരു വികാരമുണ്ടാവും, ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ താളമുണ്ടെങ്കിൽ അതിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ താളം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ശബ്ദ കോലാഹലങ്ങളില്ലാത്ത ജീവിതം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളെയും, എല്ലാ ശബ്ദ വ്യത്യാസങ്ങളെയും താളാത്മകമായി നമുക്ക് എപ്പോഴാണോ സമീപിക്കാൻ സാധിക്കുന്നത്, അപ്പോൾ നമ്മുടെ ജീവിതം എന്താണ്? ജീവിതം കൃത്യമായ താളലയ സംഹിതമായി മാറുമെന്നാണ്. താളലയമില്ലെങ്കിൽ പിന്നെ ജീവിതമില്ല. അത് ഉണ്ടാക്കിയെടുക്കലാണ്. ആരെങ്കിലും 1 കിലോ വാങ്ങിച്ച് കൊണ്ടുതരാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുതരാനോ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ഞാൻ ഇവിടെ ഓരോ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങളിതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഞാൻ എവിടുന്നൊക്കെയോ ആർജിച്ചെടുത്ത വിജ്ഞാനത്തെ എന്നിലൂടെ ഞാൻ പാകപ്പെടുത്തിയെടുത്ത് നിങ്ങളിലേക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് എത്രത്തോളം നിങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതില്ലെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നതാണ് 2 സാധനം, അല്ലെ? ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. പക്ഷെ ഇത് മാത്രം ഒന്ന് തന്നു. ഇത് രണ്ടെങ്ങാനും തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയനെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ദൈവം ഭയങ്കര ബുദ്ധിമാനാണ്. ദൈവം 2 കാര്യത്തിലാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ദൈവത്തെ കണ്ടിന് ആദ്യം ചോദിക്കും, എന്താ ചോദിക്കുക? ഹലോ ഗുരുവേ, എന്താണ് ഈ ചെയ്തത്? നിങ്ങൾക്ക് എന്ത് പാതകാണത് മനുഷ്യരോട് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കും. ഒന്നാമത്തെ കാര്യം, എല്ലാവർക്കും ഒരുപോലെ സമയം കൊടുത്തതിന് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ചെയ്യരുത്. രാധാ മാമിന് കൊടുക്കേണ്ട സമയം പ്രസീതയ്ക്ക് കൊടുക്കേണ്ട സമയം വ്യത്യസ്തമായി കൊടുക്കാറില്ല. എനിക്കും കുറച്ച് തരാമായിരുന്നില്ലേ? എല്ലാവർക്കും വ്യത്യസ്തമായി കൊടുത്ത് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, വരരുചിയുടെ കഥ പറഞ്ഞ പോലെയാണ്. രണ്ടാമത്തെ തെറ്റ്, വായ കീറുമ്പോ 2 കീറാൻ മതി. 2 കണ്ണ് കൊടുത്തു, 2 മൂക്ക് കൊടുത്തു, 2 ചെവിയും കൊടുത്തു, വായ മാത്രം 1 കൊടുത്തു. എന്തൊരു ബുദ്ധിമോശ കാണിച്ചു. 2 കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? ഒരു വാക്കിൽ പരാതി പറയാമായിരുന്നു, ഒരു വായിലൂടെ ഇതൊക്കെ ജോലിയും ചെയ്യാമായിരുന്നു, അല്ലെ? ഇപ്പൊ ജോലി ചെയ്യുമ്പോൾ പരാതി പറയാൻ പറ്റില്ല, പരാതി പറയുമ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല. രണ്ടും പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ 2 ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നല്ലോ. എന്തൊരു ബുദ്ധിമാനാണ്, അല്ലെ അദ്ദേഹം? അല്ലെ? അങ്ങനെ തിരിച്ചു പറയാം, അല്ലെ? എന്ത് പാപാണ് പുള്ളി ചെയ്തത് എന്ന് ചോദിച്ചാല്. ഏതായാലും നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് നമുക്ക് നമ്മുടെ ഒന്ന് മതി എന്നുള്ളതാണ് ഏറ്റവും. ഒന്ന് തന്നെ ധാരാളമാണ്. ഇതിന് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ആ കാര്യം കൊണ്ട് ഈ പറഞ്ഞു തന്നതൊക്കെ എന്തെങ്കിലും രീതിയിൽ ഗുണകരമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് നമുക്ക്, അല്ലെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഒരാള് ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചു. ഇത് പുള്ളി പറഞ്ഞു തന്നിട്ടാണ്, സാർ ഇങ്ങനെ കുറെ ക്ലാസ്സുകൾ യൂട്യൂബിൽ എടുക്കുന്ന കാണാം. ഇപ്പൊ എന്നെ പോലുള്ള ആൾ ഇത് കേട്ടോണ്ടിരിക്കുന്നത്, ഇത് ഏത് ക്ലാസ്സിലാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടതെന്ന് സാർ ഒരു ക്ലാസ്സിലും പറഞ്ഞതായിട്ട് കേൾക്കുന്നില്ല. ഇടയ്ക്ക് ക്ലാസ് പറയും, അതിൽ ക്ലാസ്സിനെ പറ്റി കുറച്ച് പറഞ്ഞിട്ട് സാറ് പോകും, പിന്നെയും മറ്റ് ക്ലാസ്സുകൾ എടുക്കും. നമുക്കിത് യൂട്യൂബ് കാണുന്നത് ശരിയാണ്, പക്ഷെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യേണ്ട ഏത് ക്ലാസ്സിലാണെന്ന് സാർ ഒരു ക്ലാസ്സിലും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോഴും ഞാൻ ആലോചിച്ചു, ദൈവം, ഞാൻ അങ്ങനെ പറയാറില്ലേ? ഇല്ല എന്ന് വീണ്ടും പല ആൾക്കാർ അതിനുശേഷം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി ഓരോ ക്ലാസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആ ക്ലാസ്സിനെ പറ്റി വിശദമായി ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുത്തതിന് ശേഷം മാത്രമേ ആ ക്ലാസ്സിലേക്ക് ആൾക്കാർ ചേർക്കുന്നുള്ളൂ. കാരണം മിനിയാന്ന് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ കയറി വന്നപ്പോ ഓരോ ആളെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അവർക്ക് ഹിപ്നോസിസം അല്ല മറ്റു ചില കാര്യങ്ങളാണ് ആവശ്യം. അവർ ആ ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ വേണ്ട, നേരെ മറ്റു ക്ലാസ്സിൽ പോയി ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പൊ എനിക്ക് തോന്നി ശരിയാണ്, ഞാനാണ് ഇതില് പറയാൻ പോയത്. ക്ലാസ്സിനെ പറ്റി പറയാറില്ല, ഞാൻ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു, ഏത് ക്ലാസ് എന്ത് എടുക്കണമെന്ന് പറയാറില്ല. ഓക്കെ, അത് എന്നെ അടുത്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനത് കേൾക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാറുണ്ട്. ജേണി ടു ഹാപ്പിനെസ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാരെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ആ ക്ലാസ്സിലേക്ക് ചേർക്കൊള്ളുക. നന്നായിട്ട് നമുക്ക് പല കാര്യങ്ങളും അവിടെ ചെയ്യാനുണ്ട്.
എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ പറയും. മായ കുറച്ചു നേരമായി സംസാരിക്കാൻ നിൽക്കുന്നു. അപ്പൊ മായ ആദ്യം അൺമ്യൂട്ട് ചെയ്ത് മായ സംസാരിച്ചോ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റം പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വെച്ചിട്ട് 3 വർഷമായി ഉണ്ടായിരുന്നു. അപ്പോൾ സാർ ഇങ്ങനെ എഴുതാൻ പറയുന്ന കാര്യം ഞാൻ അതിൽ ഡ്രൈവിംഗ് എനിക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷേ എന്നിട്ട് ഞാൻ കരുതി സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനു വേണ്ടി ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ നടക്കൂല എന്ന് പറഞ്ഞല്ലോ. ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. വണ്ടി എടുത്തു. ഞാനിന്ന് മോളെ ട്യൂഷന് കൊണ്ടുവിട്ടു. ഞാൻ പിന്നെ എനിക്ക് കൂടുതൽ ധൈര്യം വരാൻ തുടങ്ങി. ഇപ്പം ഞാൻ സൗദി ഹൈവേ കൂടെ വണ്ടി ഓടിക്കാറുണ്ട് സാറേ. അതൊരൊറ്റ സാറിൻ്റെ ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രമാണ്. ഞാൻ 3 വർഷമായി ലൈസൻസ് എടുത്ത് ഇതുവരെ നടന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു നമ്പർ സാറ് പറയുന്ന അതിലൊരു നമ്പർ എത്രയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഓരോരോ ആൻസറിനും 4, 3 അങ്ങനെ. അപ്പോൾ എനിക്ക് 14 ആണ് നമ്പർ വന്നത്. അപ്പം അതിൽ കണ്ടു നല്ല ഇതാണെന്ന് കണ്ടു. പക്ഷെ ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ ഞങ്ങളെ വണ്ടിയുടെ നമ്പർ 5535. അപ്പോൾ അതിനൊരു മാജിക് നമ്പറാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എംബസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം സാറ് പറഞ്ഞ് 8899 എൻ്റെ പാസ്പോർട്ടിൻ്റെ നമ്പർ 06666 അങ്ങനെയാണ് വരുന്നത്. ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് നമ്പർ 0999 ആണ് വരുന്നത്. എൻ്റെ 2 മക്കളെ പാസ്പോർട്ട് നമ്പറും 0888 ആണ് വരുന്നത്. അത് ഞങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യുമ്പോൾ ഒരു ഫാൻസി നമ്പർ എന്നുള്ള രൂപത്തിൽ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടും ആ ഫാൻസി നമ്പർ കിട്ടുമ്പോൾ അതിൽ എഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ആ നമ്പറിന് ഇത്രമാത്രം ഇതുണ്ട് എന്നുള്ളത് സാറിൻ്റെ ക്ലാസ് കൊണ്ട് അറിയാൻ കഴിഞ്ഞു. താങ്ക് യു സാറേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ തെറ്റിയുണ്ടായിരുന്നു. 100% എൻ്റെ തെറ്റുകൊണ്ടല്ല, അവളെ തെറ്റുകൊണ്ടാണ്. പക്ഷെ സാറ് എൻ്റെ ക്ലാസ് കേട്ടപ്പം അവിടെ ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പം ഹലോ എന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് കൈ കൊടുത്തു. അപ്പോൾ അവൾ തന്നെ അന്തം വിട്ടുപോയി. എൻ്റെ ആദ്യത്തെ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പം സാറിൻ്റെ ക്ലാസ് കൊണ്ട് ഒരുപാട് മാറ്റം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നോക്കൂ, ഇതൊക്കെയാണ് അനുഭവങ്ങൾ പറയാല്ലേ. അപ്പൊ ഇനി ആ വണ്ടി നന്നായിട്ട് ഡ്രൈവിൽ ഓടിച്ചിട്ട് പോവുക. എല്ലാത്തിനും താങ്ക് യു. പോകുന്ന വഴിക്കൊക്കെ നമ്പറുകളും കൂടി കണ്ടോളുക. അപ്പൊ പിന്നെ നല്ല അതെ. രസമായിരിക്കും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ശരി ശരി, താങ്ക് യു, താങ്ക് യു. എന്താ ചന്ദ്രിക എന്തിനാ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ ചന്ദ്രിക. സാറേ, ഗുഡ് ഈവനിങ് സാർ. എനിക്ക് പറയാനുള്ളത് സാർ എപ്പോഴും പറയുമല്ല ശൂന്യതയിൽ നിന്നും ഒന്നും ഉണ്ടാകത്തില്ലെന്നേ. സത്യമാണ്, ഞാൻ ശൂന്യതയിലാണ് ഇരിക്കുന്നത്. ശൂന്യതയിലോ? ശൂന്യതയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? ശൂന്യത ഒന്ന് കാണട്ടെ ഞാൻ. ശൂന്യതയില്ല, ജോലിയില്ല. എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് വർഷങ്ങളായി. അപ്പൊ നേരത്തെ ജോലി ഉണ്ടായിരുന്നു. എനിക്ക് മുട്ടിന് പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതായി. സാർ എപ്പോഴും പറയുമല്ല ശൂന്യതയിൽ നിന്നും ഉണ്ടാകത്തില്ല എന്ന്. പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ ഒരുപാട് പോസിറ്റീവായി. ഞാൻ എപ്പോഴും പഴയ കാര്യങ്ങൾ പറഞ്ഞിരുന്ന് മനസ്സിലിങ്ങനെ ഓർത്തിരുന്ന് കരയുവായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ കരയാറില്ല. എനിക്ക് കുറെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ. അങ്ങനെ ഒരുപാട് മാറ്റം എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. സാറിനെ കണ്ടതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ശൂന്യതയിലാണെന്നോ ശൂന്യതയിലല്ലാന്നോ? അല്ല, ഇപ്പൊ ഞാൻ ശൂന്യതയിൽ നിന്നും മാറി. ഇപ്പൊ ഞാൻ ശൂന്യതയിലല്ല എന്നാ പറഞ്ഞല്ലേ? അല്ല. ഞാൻ അതാണ് വിചാരിച്ചു, ശൂന്യതയിലാണ് ഒന്ന് കണ്ടേക്കാന്ന് കരുതി. ഞാനിത് കാണാത്തൊരു സാധനമാണ് ശൂന്യത. അത് കാണാൻ വേണ്ടി വന്നതാ ഞാൻ വേഗം. ഏതായാലും ഇപ്പൊ മാറ്റമുണ്ട്. എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ 2 വർഷം കൊണ്ട് ജോലിക്കൊന്നും പോകുന്നില്ല, മുട്ടിന് പ്രശ്നമായതുകൊണ്ട്. അപ്പൊ സാറിന്റെ ഇതിന് ഞാൻ ചേർന്നായിരുന്നല്ലോ, ചക്ര മെഡിറ്റേഷനില്ല, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ പൈസ അല്ലല്ലോ.
മുട്ടും രണ്ടും തേയ്മാനമാ സാറേ. മുട്ടിന്റെ അറ്റത്ത് തേയ്മാനം. ആരാ പറഞ്ഞത്? രണ്ട് മുട്ടിനും വേദനയാ, എനിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അല്ല, വേദന ഉണ്ടാവും. ഇപ്പൊ നടക്കുന്നില്ലേ നിങ്ങള്? നടക്കുന്നുണ്ട്, ഇപ്പം കുറച്ച് കുറവുണ്ട്. അത് പൂർണ്ണമായി നിങ്ങൾക്ക് മാറിയാലോ? മാറണം സാറേ, മാറണം. നിങ്ങൾക്ക് മുട്ടിന് തേയ്മാനം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? ഡോക്ടർമാര് പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചു? രണ്ട് മുട്ടും എനിക്ക് വേദനയാ, എനിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാ. വേദന ഇപ്പൊ ഒരാൾ തല്ലിയാലും വേദനിക്കില്ലേ? വേദനിക്കുമല്ലോ. വേദനിക്കും. മുട്ടുവേദന തേയ്മാനം കൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ള ഉറപ്പുണ്ടോ? അങ്ങനെയാ ഡോക്ടർമാർ എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറയുന്നത്. അപ്പൊ വേറൊരു ഡോക്ടർ മാറ്റി പറഞ്ഞാലോ? 100% മാറ്റാലോ നമുക്ക്? മാറ്റാം, ഉറപ്പാ. ഡോക്ടറേറ്റ് മേടിക്കാത്ത ദിനേശ് സാർ ഇപ്പൊ പറയാണ് നിങ്ങൾക്ക് മുട്ടിൽ തേയ്മാനം ഇല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയല്ലേ? മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ പറ്റിയാണ്, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. ഓക്കെ, ഒറ്റ മിനിറ്റ്. മുട്ടിന് തേയ്മാനം ഉണ്ടെന്ന് കരുതിക്കോ. അങ്ങനെ തന്നെ കരുതിക്കോളൂ. ഡോക്ടർ പറഞ്ഞുണ്ട്. സോ എന്താണ് അടുത്ത പ്രതിവിധി? അത് മാറണം, മാറിയിട്ട് എനിക്ക് അത് മാറണമെങ്കിൽ മാറണം എന്ന് വെച്ചാൽ ഓം ഗ്രീം കുട്ടിച്ചാത്തായ നമഃ എന്ന് പറഞ്ഞ് മാറുമോ? നമ്മൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കണോ? ആക്ഷൻ എടുക്കണം. അപ്പൊ ഇരിക്കുകയാണോ വേണ്ടത്? മുട്ടിന് തേയ്മാനം ഇല്ലാതാക്കാൻ ഇരിക്കുകയാണോ വേണ്ടത്? അതിനുവേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണോ വേണ്ടത്? പ്രവൃത്തി ചെയ്യണം. എന്താണ് ഇപ്പൊ ചെയ്യുന്ന യോഗ അല്ലെങ്കിൽ അതിന് ആസനം? എന്ത് മെഡിസിൻ, എന്ത് ഫുഡിനകത്തും മറ്റായിട്ട് എന്ത് മാറ്റമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. വെയിറ്റ് കുറച്ചാൽ മുട്ടിന് തേയ്മാനം പോവോ? അറിയില്ല സാറേ. ഇതാണ് ഡോക്ടർമാർ പറഞ്ഞു തരാത്തത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമായ സത്യമുള്ളത്. ഡോക്ടർമാർക്ക് അത് പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്റെ മുട്ടിന് തേയ്മാനം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലിരിക്കുന്നത് അല്ല അതിനുള്ള പ്രതിവിധി. മുട്ടിന് തേയ്മാനം മാറ്റാനുള്ള റെമഡീസ് ഒരുപാട് നമ്മുടെ സാധാരണ നാച്ചുറൽ മെഡിസിൻസിൽ ഒരുപാടുണ്ട്. അത് ചെയ്യുക. നമ്മുടെ മുട്ടിന് കൃത്യമായി എക്സർസൈസ് ചെയ്യിപ്പിക്കുക. അത് കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്താൽ അത് മാറിക്കും. മാറും എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗത്തിൽ നമ്മുടെ രീതിയിലേക്ക് അതിനെ ഉപയോഗിച്ചെടുക്കാം. മാറ്റട്ടെ. അപ്പൊ ശൂന്യതയിലല്ല എന്ന് പറയുന്ന പോലെ തന്നെ അടുത്ത മാറ്റം എന്ന് തന്നെ ഈ രീതിയിൽ ഒന്നാലോചിച്ച് നോക്കട്ടെ, എങ്ങനെ എന്റെ മുട്ടിലെ മാറ്റം നമുക്ക് മാറ്റാൻ പറ്റും എന്നാലോചിക്കാം. ഒരുപാട് തെറാപ്പികൾ, മുദ്ര തെറാപ്പികൾ പോലുള്ള തെറാപ്പികള്, യോഗാസനം പോലുള്ള യോഗാസനങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ EFT പോലുള്ള കാര്യങ്ങള് മൈൻഡിൽ തന്നെ, മൈൻഡ് പ്രോഗ്രാമിംഗ് തന്നെ മാറ്റാൻ പറ്റും. ഞാനൊക്കെ മൈൻഡ് പ്രോഗ്രാം കൃത്യമായി മാറ്റിത്തരാം. മൈൻഡ് റീപ്രോഗ്രാമിംഗ് കൃത്യമായി മാറ്റിത്തരാം. ഇതൊക്കെ പോസിബിൾ ആണ്. ഹീലിംഗിലൂടെ മാറ്റാൻ പറ്റും. അങ്ങനെ പല രീതികളുണ്ട്. മെഡിസിൻ എന്ന് പറഞ്ഞത് ഒരു മെത്തേഡ് മാത്രമാണ്. മെഡിസിൻ അപ്പുറത്ത് ഒരുപാട് മെത്തേഡുകളുണ്ട് കേട്ടോ. എനിവേ, നല്ലത്, കണ്ടിന്യൂ ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അടുത്ത ആരാ സംസാരിക്കാനുള്ള? റോഷ്നി പറഞ്ഞു. റോഷ്നി ഫ്രം ഇസ്രായേൽ പറഞ്ഞോ. ഇസ്രായേൽ സാറേ, ഞാൻ എന്നെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു കുറെ ദിവസം. കേക്കാവോ? വീഡിയോ ഓൺ ചെയ്യാമോ? ഓൺ ചെയ്യാം. ഞാൻ ഈ പുറത്താണെങ്കിൽ ഇസ്രായേലിന്റെ സൗന്ദര്യം കാണട്ടെ നമ്മള്. പറഞ്ഞോ. യെസ്, കണ്ടാ. ഞാൻ അതുകൊണ്ടാ പറയാൻ പറഞ്ഞേ, കാണാൻ പറഞ്ഞു. പറഞ്ഞോ. സാറേ, അത് എന്താണ്, എനിക്ക് ഭയങ്കര സന്തോഷം. കുറെ ദിവസങ്ങളായിട്ട് ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. സാറിന് കാണാതെ പോയി. ഞാനിവിടെ ഉണ്ട്. ഞാൻ ഒബ്സർവ് ചെയ്യുമായിരുന്നു. എന്താ വെച്ചാല് ഇൻഫർമേഷൻ നോക്കിയിട്ട് അത് റെഡി ആയില്ല. അതത്ര മനസ്സിന് ഇതായില്ല, സാരമില്ല. പക്ഷെ എന്റെ മൈൻഡായിരുന്നു ആദ്യം റെഡി ആകേണ്ടതിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതിരിക്കാൻ പഠിച്ചു. ഞാൻ മിണ്ടാതിരിക്കാൻ മീൻസ് ആവശ്യമില്ലാതെ കിടന്ന് ബഹളം ഉണ്ടാക്കലും അവരോട് ദേഷ്യം കയറലൊക്കെ ആയിരുന്നു. അത് 3 ദിവസമായിട്ട് ശരിക്കും അതെന്റെ മൈൻഡിനെ പോയി. ദേഷ്യമില്ല, നല്ല ക്ഷമയായിട്ടുണ്ട്. സാറേ കേക്കാവോ?
കേൾക്കാം. എന്റെ ഹെഡ്സെറ്റ് കണക്ഷൻ പോയതാ. നല്ല ക്ഷമയായി എനിക്ക് എന്നെ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പൊ ഈ അഫർമേഷൻ എഴുതി വെച്ചതില് ഇതായിരുന്നു കേട്ടോ ഞാൻ മെയിൻ ആയിട്ടും പറഞ്ഞത്. തന്നെയുമല്ല എന്റെ മക്കള് ഭയങ്കര ഹാപ്പി. മോള് എസ്പെഷ്യലി മോള് ഇച്ചിരി സൈലന്റ് ആളായിരുന്നു, പക്ഷെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അത് ഞാൻ അഫർമേഷൻ വെച്ചിരുന്നതാണ്. അതുപോലെ റിലേറ്റീവ്സ് ഒക്കെ നല്ലൊരു ബന്ധത്തിലേക്ക് വന്നു. ഇത് ഞാൻ എപ്പോഴും അത് പറയണം ഓർക്കുമ്പോഴൊന്നും എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റാതെ വന്നു. പിന്നെ ഇന്നലെ ഇല്ലായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെ കേട്ടോ സാറേ. കേക്കാവോ? കേൾക്കാം. കണ്ടിന്യൂ. അപ്പോ ഇതാണ് എന്റെ പൈസയുടെ കാര്യം. നമുക്ക് മനസ്സുണ്ടോ, നമുക്ക് രണ്ട് കൈയും കാലും ഉണ്ടോ, നമുക്ക് അധ്വാനിക്കാൻ പറ്റും, കാശുണ്ടാക്കാൻ പറ്റും, അതേ ഉള്ളൂ എന്റെ ഒരു ചിന്ത. ഇതാണ് എന്റെ മൈൻഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചങ്കിന്റെ അകത്ത് ഭയങ്കര പിടപ്പാ. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ ഇപ്പൊ ഇറങ്ങിയത്. സാറിന്റെ ക്ലാസ് തുടങ്ങിയപ്പോ വീട്ടിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്നതാ. ഓടി. നമ്മളെപ്പോഴും ചുമ്മാ ഇരിപ്പാണ് കൂടുതൽ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എക്സർസൈസ് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് ഓടാനായിട്ട് വന്നു. ഓടാനും എക്സർസൈസ് ചെയ്യാനും ഒക്കെ. പാർക്കിലെ മെഷീനെ മുഴുവൻ വെള്ളമായിരുന്നു മഴ പെയ്തിട്ട്. അപ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇരുന്നോണ്ട് എല്ലാവരെയും നമ്മുടെ ഫാമിലികളെ എല്ലാരെയും കാണാനും അവർക്ക് ഇസ്രായേൽ കാണാനും പറ്റുന്നതിൽ കേട്ടോ. വെരി ഗുഡ്. അതാണ് ആവശ്യം. ഒരു ഭാഗം. വെരി ഗുഡ്. ഓക്കെ സാറേ, താങ്ക് യു. നല്ല കാര്യങ്ങളായിട്ട് വീണ്ടും വരിക. മിനിയാന്ന് ഹാൻഡ്രൈ എന്തോ പറയാനുണ്ട് എന്ന് മെസ്സേജ് അയച്ചപ്പോ എനിക്കൊന്നും തോന്നി, നിങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. എനിവേ വെരി ഗുഡ്. മാറ്റം ഉണ്ടാവട്ടെ. ഇനി അന്ന് നമ്മൾ സംസാരിച്ച കാര്യത്തിനും കൂടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. താങ്ക് യു. ഓക്കെ, അടുത്ത ആരാ? റോഷ്നി ഫ്രം ഇസ്രായേൽ ആണ്. നമ്മൾ അങ്ങനെ ഇസ്രായേലിന്റെ അല്ലെ, ആർക്കും ഇസ്രായേൽ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ? കണ്ടല്ലോ. ഇനി അതിനുവേണ്ടി ആരും നിർബന്ധിക്കും. അടുത്ത പറഞ്ഞോ. എന്റെ പേര് ശ്രീജ എന്നാണ്. എനിക്ക് കുറെ കടബാധ്യതയായിരുന്നു ഒരു 4 വർഷമായിട്ട്. അപ്പൊ എനിക്കൊരു ഫംഗ്ഷന് പോകാനോ ഒന്നും പറ്റില്ലാത്ത ഒരു മാനസികാവസ്ഥ എല്ലാവരും ഫേസ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ വരുമാനം വന്നതിന്റെ സ്രോതസ് അറിയാൻ വല്ലാണ്ട് ചെലവാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഞാനിപ്പൊ ഈ സാറിന്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും എല്ലാം ചെയ്തു വന്നപ്പോ തന്നെ എന്നിലൊരു ശരിക്കുള്ളൊരു മാറ്റം വന്നു. ഇപ്പൊ അടുത്തൊക്കെ കല്യാണം വന്നു. അങ്ങനെ 2 കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റി എന്തായാലും. പിന്നെ അത് കൂടാണ്ട് സാറിന്റെ ടൗല് വെച്ചുള്ള അഫർമേഷൻ ഇല്ലേ, അത് ചെയ്ത് ഇന്ന് 5ാമത്തെ ദിവസം. എനിക്ക് ഇച്ചിരി പൈസ കിട്ടാനുണ്ടായിരുന്നു, അതെനിക്ക് കിട്ടി. പിന്നെ ഞാൻ പോലും അറിയാണ്ട് അക്കൗണ്ടിൽ വന്നു. അപ്പം രാത്രി മെസ്സേജ് ചെയ്തേക്കണ് പൈസ ഇട്ടിട്ട് എന്താ മെസ്സേജ് തിരിച്ചു തരാഞ്ഞെന്നും പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം കാണണം ഈ പേയ്മെന്റ് ഇട്ടേക്കണത്. അതുപോലെ തന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. 2-3 മാസമായിട്ടൊരു കസ്റ്റമർ ഇല്ല, ഭയങ്കര ടെൻഷൻ. അപ്പൊ നമ്മൾ അവിടെ സെന്റർ ഉണ്ട്, അവിടെ ചെന്നിരിക്കുമ്പോ എല്ലാവരുടെയും വഴക്കും എല്ലാം ആയിട്ട് മാനസികമായിട്ട് ഞാൻ ആകെ തളർന്നു നിൽക്കുന്ന സമയത്ത് ഇത് അഫർമേഷൻ ചെയ്തു കഴിഞ്ഞപ്പം 5 കസ്റ്റമർ വരണമെന്നുള്ളതായിരുന്നു. ഇന്ന് 5 കസ്റ്റമർ എനിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ടാർഗറ്റ് ചെയ്ത് ചെന്ന് ഞാൻ അവിടെ ചെന്ന് 5 പേര് വരുമെന്നും പറഞ്ഞു. അവിടെ ചെന്ന് കഴിയുമ്പോൾ 3 പേര് വന്ന്. അത് കഴിഞ്ഞ് ഞാൻ പോലും അറിയാണ്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് തന്നെ ആൾക്കാർ 5 പേരും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൗൺസിലിങ്ങും കൊടുത്ത് ഫുഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമാണ് കൊടുക്കണത്. ഞങ്ങള് ഹെർബൽ ലൈഫ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് കൊടുക്കണത്. അപ്പം കൂടുതലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായിരുന്നു വന്നത്. പക്ഷെ നല്ല ഒരു എല്ലാവർക്കും എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയാന്നറിയാമോ, അത്രക്ക് ഫീൽ ആയിപ്പോയി. ഞാൻ പോലും അറിയാത്ത വ്യക്തികൾ എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരുവോ ചെയ്തത്. ഞാൻ നന്ദി പറയുന്നു സാറേ. വെരി ഗുഡ് ആണല്ലോ. അല്ല സാറേ, ഞാൻ സംസാരിച്ചോട്ടെ? വെരി ഗുഡ്. എന്താ തീരട്ടെ. വെരി ഗുഡ് ആണ് ശ്രീജ. അത് നല്ലൊരു സിംപ്റ്റമാണ്. എനിക്ക് സാറേ, എനിക്ക് മെന്റലി തന്നെ പ്രശ്നങ്ങളാണ്. എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. സാറിന്റെ ഈ ഓരോ യൂട്യൂബ് ഞാൻ സത്യത്തിൽ പറഞ്ഞ പേയ്മെന്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷെ 1 രൂപ പോലും എടുക്കാനുള്ള സിറ്റുവേഷൻ ആണ്. അപ്പം ഒരു സാറിന്റെ യൂട്യൂബ് കണ്ട് എനിക്ക് എന്റെ മനസ്സ് തന്നെ മാറിക്കൊണ്ട് ഓരോ ദിവസവും. ഇപ്പം വീട്ടിലോട്ട് വരുമ്പോ വെട്ടം കയറി വന്ന രീതിയാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഇരുട്ടിനകത്തോട്ട് ഞാൻ കയറി വന്ന രീതിയായിരുന്നു.
എനിക്ക് വന്നു കഴിയുമ്പോ ഇറങ്ങി എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ള ചിന്തയായിരുന്നു. ഇപ്പൊ എനിക്ക് എങ്ങനെ വന്നാലും എത്രയും ദിവസം വീട്ടിൽ തന്നെ കഴിയണം എന്നുള്ള ചിന്തകളാണ്. പക്ഷെ അങ്ങനെയല്ലാതെ നേരത്തെ. യെസ്, വെരി ഗുഡ്. ഇമോഷൻസ് നല്ലതാണ്, പക്ഷെ നന്നായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇമോഷൻ നല്ലതാണ്. ഇപ്പൊ ഞാൻ തന്നെ അറിയാണ്ട് വീടിന്റെ ഒരു വെട്ടം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും രാവിലത്തെ 3 മണിക്കുള്ള മെഡിറ്റേഷൻ ചെയ്യുമ്പോ ശരിക്കും എന്റെ കൈ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കിന് നമ്മളെ ഇങ്ങനെ തന്ന് സഹായിക്കണ പോലെയുള്ള പ്രതീതി. അത് കൂടാണ്ട് വിറവല്, ശരിക്കും ശരീരം കിടന്ന് വിറക്കും. നമ്മളിങ്ങനെ അഫർമേഷൻ ചെയ്യുമ്പോഴത്തേക്കിന്, മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഒക്കെ ശരിക്കും നമ്മള് കുളിക്കണ രീതി തോന്നും, വിറവല് നന്നായിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാ സാറേ. എനിക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എനിക്ക് മനസ്സൊന്നും കൂടെ ഫീൽ ചെയ്ത് ഒഴിഞ്ഞ പോലെ തോന്നുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ്സ് വണ്ടർഫുൾ, ദാറ്റ്സ് വണ്ടർഫുൾ. എനിക്ക് മാറണം സാറേ, ശരിക്കും മാറണം. എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം 3000-4000 രൂപ എല്ലാം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത് എന്റെ കൈ വന്നോണ്ടിരുന്നിടത്ത് കൊറോണ വന്നു കഴിഞ്ഞപ്പോ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയിലോട്ട് വന്നു. ഞാൻ ഇപ്പൊ വട്ടപൂജ്യായിരുന്നു. സാറിന്റെ ഓരോ ക്ലാസ് കേൾക്കും തോറും എനിക്ക് എന്നിൽ കിട്ടും എന്നുള്ള ശരിക്കും മനസ്സിലോട്ട് വന്ന് ഇപ്പൊ എനിക്ക് എന്തായാലും എന്നെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. അതിനല്ല ഞാൻ സാറിന്റെ കുടുംബത്തിനും നന്ദി പറയുന്നു. ഇത്രയും പേരെ ഇങ്ങനെ നമ്മളോട്ട് ഒരു കൊടക്കീഴിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലുതാ സാറേ. അതിന് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ മേല. നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. മാറ്റം ഉണ്ടാകുന്നു എന്ന് അറിയുന്നതാണ് എന്നെ ഏറ്റവും വലിയ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോ വീണ്ടും കൂടുതലേക്ക് നന്നായി തന്നെ കൈകാര്യം ചെയ്യുക, ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുക. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാറേ. പിന്നെ ഒരു വിലയില്ലാത്ത അവസ്ഥയിലോട്ട് വന്നു സാറേ. അതാണ് എനിക്ക് എന്നെ കണ്ട ഏതൊരു ഫംഗ്ഷൻ ചെന്നാലും എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നെടുത്ത് എനിക്കൊരു വിലയില്ലാത്ത അവസ്ഥയിലോട്ട് വന്ന് അവിടുന്നൊക്കെ എനിക്ക് ഈ കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് മനധൈര്യം കിട്ടി അങ്ങ് മാറാനുള്ള. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും മാറും എന്ന് പിന്നെ എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ മാറണം, അപ്പൊ മാറും എന്ന് സാറിന്റെ അനുഗ്രഹം കൂടെ കിട്ടണം. സാറിന്റെ അനുഗ്രഹം കൂടെ വേണം അതിന്. ശരി, താങ്ക് യു സാറേ. പറഞ്ഞോ സാറേ. ഞാൻ തിങ്കളാഴ്ച സാറ് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നേ സാറേ. അത് ഒന്നും കാണാൻ പറ്റിയില്ല. അതിന് എന്നാ ഒരു അവസരം അറിയാനായിട്ടായിരുന്നു. അത് അഡ്മിനോട് പറയാ, എനിക്കറിയില്ല. മീറ്റിംഗ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്ന അഡ്മിനാണ്. നിങ്ങൾ ഏത് അഡ്മിനാണോ ബന്ധപ്പെടുന്നത് അവരോട് തന്നെ ചോദിക്കാം കേട്ടോ. അഡ്മിനോട് അഡ്മിൻ പറഞ്ഞ സാറിന് ജലദോഷബാധ കഴിഞ്ഞിട്ട് അറിയിക്കാവുന്നതാണ്. അല്ല, ഇനിയിപ്പോ എനിക്ക് എന്ന് ജലദോഷം തീരുന്ന എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? ഈ ചോദ്യം ഇപ്പോൾ ചോദിച്ചാൽ അത് പറയാൻ പറ്റും. ഞാൻ ആരായി? തിങ്കളാഴ്ച ഞാൻ ഡോക്ടറെ അടുത്ത് പോയേക്കുമായിരുന്നു സാറേ. അതുകൊണ്ടായിരുന്നു പറ്റാതെ. അതിപ്പോ എനിക്കറിയുന്ന കാര്യമല്ല. ഇനിയിപ്പോ എന്റെ ജലദോഷം ഉള്ളതാണ്. ഇന്നാണ് എന്റെ ജലദോഷത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഈ ജലദോഷം എന്ന് മാറുമെന്ന് ഞാനോ എന്റെ അഡ്മിന്മാർക്കോ പറയാൻ പറ്റില്ല. മാറിയിട്ട് എത്തുമ്പോ അവർ പറയും നിങ്ങളോട്. നേരത്തെ അഡ്മിനോട് പറഞ്ഞിരുന്നതാണ് എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണം തിങ്കളാഴ്ച സ്കാനിങ് പറഞ്ഞിരുന്നതാണ്. ഒരു മിനിറ്റ്. നിങ്ങളോട് തിങ്കളാഴ്ച നിങ്ങൾ അപ്പോയിന്റ്മെന്റ് നിങ്ങളോട് മുൻകൂട്ടി അവർ പറഞ്ഞിരുന്നോ ഇല്ലയോ? പറഞ്ഞിരുന്നു. അപ്പൊ അതിനു മുമ്പേ ഞാൻ പറഞ്ഞിരുന്നതാണ് എനിക്ക് സുഖമില്ല, അന്ന് തിങ്കളാഴ്ച പോയാലും അത് എടുക്കുന്നവരോട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. നിങ്ങളോട് തിങ്കളാഴ്ച അപ്പോയിന്റ്മെന്റ് പറ്റുമോ എന്ന് അവർ ചോദിച്ചിരുന്നോ? നിങ്ങൾ ഓക്കെ പറഞ്ഞതോ ഇല്ലയോ? ഇല്ല, ഓക്കെ പറഞ്ഞിരുന്നില്ല. അവർ തിങ്കളാഴ്ച അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് പറഞ്ഞോ? നിങ്ങളുടെ ചോദിക്കാതെയാണോ ടൈം? അന്നേരം പറഞ്ഞ അത് സാരമില്ല, ഞാൻ അത് ഓർത്തില്ല, ഞാൻ മാറ്റി തരാമെന്നാ പറഞ്ഞിരുന്നേ. ഓക്കെ, അപ്പൊ മാറ്റി തരുന്നവര് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓ ശരി സാറേ. പിന്നെ എങ്ങനെ ഇപ്പൊ ഞാൻ പറയാതിനകത്ത് നിങ്ങളുടെ ടൈം ഞാൻ ഇവരോട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ വെക്കുന്ന ഒരു ദിവസം 2 ആളെയാണ് എടുക്കുന്നത്. അത് 2 ആളുടെ എന്റെ ടൈമിനനുസരിച്ച് 2 പേരോട് ചോദിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പലരും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മുൻകൂട്ടി ഫിക്സ് ചെയ്താലും അവർ ആ സമയത്ത് അവൈലബിൾ ആവുന്നില്ല. അപ്പൊ മറ്റാളോട് ചോദിക്കും, പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
ഇത് ഞാൻ ഒന്നുകൂടി അഡ്മിന്മാരോട് പറയണു, നിങ്ങൾ ആൾക്കാരോട് വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ പറയുമ്പോൾ പേയ്മെന്റ് അടക്കുന്ന സമയത്ത് അവരോട് കൃത്യം ഡേറ്റ് നിങ്ങൾ പറഞ്ഞോളുക. ആ സമയത്ത് അവർക്ക് അവൈലബിൾ അല്ലെങ്കിൽ മറ്റൊരു ഡേറ്റ് അവർക്ക് കൊടുക്കുക. കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് നിങ്ങൾ ആൾക്കാരോട്. ഇന്നും എനിക്ക് എനിക്കും ജോലിക്കിടയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അഡ്മിന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രണ്ടാമത്തെ വിഷയമുണ്ട്. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചാൽ നിങ്ങൾ പേയ്മെന്റ് അടച്ചിട്ട് പിന്നെ നിങ്ങളൊക്കെ പൊക്കളയും. പിന്നെ നിങ്ങൾ കിട്ടുന്ന 3 ദിവസം കഴിഞ്ഞിട്ടാ. അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ സാധനത്തെ 2 സ്ലോട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് എന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയൂല. അപ്പൊ അഡ്മിന്മാർക്ക് പരിമിതികളുണ്ട്. ഒരു കാര്യം ചെയ്യുക, അഡ്മിന് ബന്ധപ്പെട്ടിട്ട് ഇനി 2 ദിവസം, അതായത് എനിക്ക് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്തോളൂ കേട്ടോ. ഓ ശരി സാറേ, താങ്ക് യു. നന്ദി. ഹലോ സാറേ. സാറേ ഞാൻ പറയട്ടെ. മിനി പറഞ്ഞു. മിനി ഞാൻ ആ ടവലിന്റെ പ്രയോഗം നടത്തിയിട്ട് ടവലിന്റെ ആ ഇതുണ്ടായിരുന്നില്ല, അത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടാതിരുന്ന 95,000 രൂപ കറക്റ്റ്. അപ്പൊ ഞാൻ ഇവിടെ എല്ലാരോടും പറയുമായിരുന്നു, എന്റെ ഹസ്ബൻഡിനോടും എപ്പോഴും പറയും. അപ്പൊ ഞാൻ ഈ ടവൽ ഇങ്ങനെ കാണിക്കുന്ന പുള്ളി ചിരിക്കും. അപ്പൊ ഞാൻ പറയും അടുത്ത ചൊവ്വാഴ്ച 9. അപ്പൊ ഞങ്ങൾക്ക് കിട്ടാൻ ഒരു വർഷമായിട്ട് കിട്ടാതിരിക്കുന്ന പൈസ. അപ്പൊ ഞാൻ പറഞ്ഞ അയാള് നമുക്ക് ആ പൈസ കൊണ്ട് ആ കാശ് കൊണ്ടുപോയി ഈ തിങ്കളാഴ്ച കൃത്യം 1:30 മണിക്ക് ഇവിടെ കൊണ്ട തരും കേട്ടോന്ന്. അന്നേരം ചിരിച്ചപ്പോ ഞാൻ പറഞ്ഞു, മാതൃഭാഷ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, ഞാൻ പറയും കൊണ്ട് തരൂന്ന്. അത് ആ പൈസ നമുക്ക് കിട്ടി കഴിഞ്ഞു കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. ആ പൈസ കിട്ടി, എടുത്ത് പകുത്ത് വെക്കാം. അതിന് ഒന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അതിനിട്ട് ഒരു സന്തോഷമൊക്കെ കൊടുത്തു വെച്ചാൽ നമുക്ക് അതിനെ എടുത്ത് പെട്ടി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ പറയാവുള്ളൂ ഞാൻ പറഞ്ഞു. പുള്ളി അങ്ങനെ തന്നെ പറഞ്ഞു. എന്നിട്ട് ആ കാശ് കറക്റ്റ് 1:30 ആയപ്പോ അത് കൊണ്ട് തന്നു. അതേ ദിവസം അതേ 1:30 ആയപ്പം. അതുപോലെ തന്നെ കിട്ടാതെ കിടന്ന ഒരു 62,000 രൂപ ഞങ്ങള് ചിട്ടി കൂടിയിട്ട് തരാതിരുന്ന ആ കാശ്, അത് ഞാൻ പറഞ്ഞു ആ കാശ് നമുക്ക് കിട്ടി കേട്ടോ. അത് നമുക്ക് ഒരു ബുധനാഴ്ച കിട്ടി കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ബുധനാഴ്ച അല്ല കിട്ടിയത്, അതിന്റെ തൊട്ട് വ്യാഴാഴ്ച ആ കറക്റ്റ് ആ കാശ് അതും കൊണ്ടുപോയി തന്നു. പിന്നെ ഒരു 48,000 രൂപ ഇന്നലെ അതും നമുക്ക് അത് അന്നേരം ഞാൻ പറയുമ്പോ പിന്നെ പുള്ളിക്ക് ഒരു വിശ്വാസം പോലെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ആ കാശ് കിട്ടി കേട്ടോ, 48,000 രൂപ കിട്ടിയായിരുന്നു കേട്ടോ. ആ ശരി, കിട്ടി അത് കിട്ടി എന്ന് പുള്ളിയും പറഞ്ഞു. കറക്റ്റ് അതും കിട്ടി. ആ 3 കാര്യങ്ങളും കിട്ടി. പിന്നെ ഒരു 10 പവന്റെ സ്വർണം ഒരു ആൾക്ക് മണയം വെക്കാൻ കൊടുത്തായിരുന്നു. ആ കാശ് ആ സ്വർണം ഒരു 6 മാസത്തേക്കായിരുന്നു. അപ്പൊ എനിക്കൊരു ഇത് തോന്നി, ഇത്രയും കൊടുക്കണ്ടായിരുന്നു എന്നിട്ട് തോന്നി. എന്നിട്ട് സ്വർണ്ണമല്ലേ, എന്നിട്ട് ഞാൻ എന്തായെന്ന് വെച്ചാൽ അപ്പൊ 6 മാസത്തേക്കാണ് കൊണ്ട് വെച്ചേക്കുന്നേ. അപ്പൊ ഞാൻ ആ ടവൽ എടുത്തിട്ട് പറഞ്ഞു, എനിക്ക് ആ സ്വർണം അത് വേണം എനിക്ക്. അപ്പൊ ആ സ്വർണം എനിക്ക് കിട്ടി കേട്ടോ, അത് കിട്ടി. അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ടവലിന്റെ പ്രയോഗം എല്ലാം പറഞ്ഞേച്ച് പറഞ്ഞു. ആ സ്വർണം മൊത്തം അവർ ഇന്ന് കൊണ്ട് തന്നെനിക്ക്. അതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവര് 3-ാം പൊക്കം ആ സ്വർണം മൊത്തം എടുത്തുകൊണ്ട് തന്നു. അത് സംഭവം. വീണ്ടും അടുത്തത് ചെയ്തോണ്ടിരിക്കുകയാണ്. സ്ഥലം വിൽക്കാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനോട്. സ്ഥലം വിറ്റു. നന്ദി. എല്ലാം അടിപൊളി, സൂപ്പർ. അപ്പൊ ഞാനൊരു ടവൽ ടെക്നിക്ക് അങ്ങോട്ട് പറയട്ടെ. ഒരു തമാശ പറഞ്ഞോ. മിനി എന്റെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് 10,000 രൂപ പേ ചെയ്തിരിക്കുന്നു. കിട്ടി. ഓക്കെ, ശരിയാ. പക്ഷെ എന്റെ സ്ഥലം വിറ്റു. അത് ആ സ്ഥലത്തിന്റെ കാശ് കിട്ടുമ്പോഴേ ഞാൻ ചെയ്തിരിക്കും. ഞാൻ ഇവിടെ പുള്ളിക്കാരനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പറഞ്ഞ് 5,000-ന്റെയോ 10,000-ന്റെയോ 20,000-ന്റെയോ കൂടിക്ക് ഒരു കുഴപ്പമായിരുന്നു. ഇപ്പൊ ഇത്രയും കിട്ടിയപ്പോൾ വിശ്വാസമായി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ പറഞ്ഞത് പക്ഷെ ഇത് ഞാൻ ഇപ്പൊ ഒരു കാര്യം കൂടി പറയാം. മിനി ഈ പറയുന്ന കഥകളൊക്കെ യൂട്യൂബ് വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവരും പലരും ആലോചിക്കും, ഇത് എങ്ങനെയാ ഇത് സംഭവിക്കുന്നത്, എന്താണ് ഇതിനകത്ത് നടക്കണേ എന്നൊക്കെ തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ തിരിച്ചാലോചിക്കും, ഇത് വെറുതെ പറയുന്നതാണ്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് ശരിക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. യാതൊരു ഇതുമില്ല. എന്റെ കൈ സാർ അത് പറഞ്ഞപ്പോ എന്റെ കൈ കിട്ടിയപ്പോ സത്യത്തിൽ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചായിരുന്നു. ഒന്ന് പിന്നെ ഞാൻ പറഞ്ഞു സോറി, അത് പോട്ടെ പോ, പിന്നെ അത് നെറ്റിയാൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ക്യാൻസൽ എന്ന് പറഞ്ഞ ആ ചിന്ത മാറ്റിയിട്ട് അത് കിട്ടും, അത് ഉറപ്പാ, അത് കിട്ടി എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ അത് ചെയ്തപ്പോഴാണ് എനിക്ക് കിട്ടിയത്. 1 വർഷമായി പൈസയാണ് മറ്റേ ഇത്. അങ്ങനെ ഇതൊക്കെ വരുന്ന സംഭവങ്ങളാണ്. വളരെ കൃത്യമായി. ഇപ്പൊ ഞാൻ പുള്ളിക്കാരനോട് ചോദിക്കുന്നത്, ഞാൻ അതുകൊണ്ട് അത് അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ട് കണ്ടോ ഇപ്പൊ കിട്ടിയത് കണ്ടോ എന്ന് ചോദിക്കുമ്പോ സത്യമാണെന്ന് പുള്ളിക്കും മനസ്സിലായി. വെരി ഗുഡ്. അങ്ങനെ എക്സ്പീരിയൻസ് എടുത്തിട്ട് വരും നിങ്ങൾ. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതൊക്കെ മനസ്സിൽ പതിയുന്നുണ്ട് എന്ന് മനസ്സിലാവും.
ആ നിരന്തരമായി പഠിക്കില്ല. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഹലോ. ഓക്കെ ഓക്കെ മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ഗുണങ്ങളായി മാറ്റാൻ എനിക്ക് സാധിക്കട്ടെ. അതുപോലെ ആ കുടുംബത്തിലും എല്ലായിടത്തും നല്ല ഐശ്വര്യങ്ങളും നല്ല അഭിവൃദ്ധിയും പോസിറ്റീവ് എന്നും ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ യെസ്, അജിത ബി രാമൻ പറഞ്ഞോ. ഗുഡ് ഈവനിങ് സർ. പറഞ്ഞോളൂ. പോയോ? പറഞ്ഞോളൂ അജിത. പറയുന്ന കേൾക്കുന്നുണ്ടോ സർ? കേൾക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സാറ്, സാറിന്റെ ക്ലാസ്സുകൾ ഇന്നുവരെ ഒന്നും ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ യൂട്യൂബ് വഴിയാണ് ക്ലാസ്സുകളൊക്കെ കാണുന്നത്. ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് സാറിന്റെ വീഡിയോ എൻ്റെ കണ്ണുമുമ്പിൽ വന്നത്. അപ്പം ഞാനതിങ്ങനെ ഒന്ന് കണ്ടു നോക്കി. അപ്പം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ പല വീഡിയോസും ഞാൻ കാണാൻ തുടങ്ങി. അപ്പം എനിക്ക് എൻ്റെ മനസ്സൊക്കെ ഒത്തിരി ശാന്തമായിട്ടുണ്ട്. പിന്നെ ഞാൻ സാർ പറഞ്ഞ 1-2 ടെക്നിക്കുകളൊക്കെ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാടൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ രീതിയിലൊക്കെയുള്ള സാമ്പത്തിക വരവ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലെ ജീവനക്കാരിയാണ്. പിന്നെ ജോലിയിൽ ഒത്തിരി സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഇപ്പം എനിക്ക് അതൊക്കെ മാറി. എപ്പോഴും മുഖം വളരെ മറ്റുള്ളവരിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് നല്ലപോലെ ഒരു പുഞ്ചിരിച്ച മുഖമായിട്ട് നിൽക്കണമെന്ന്. പക്ഷെ എനിക്കതിനൊന്നും കഴിയുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതിന് ഒത്തിരി മാറ്റമുണ്ട്. പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് വന്ന ക്ലാസ്സിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ സാറിൻ്റെ ഇനിയൊരു ക്ലാസ്സിൽ ഇനി എന്തായാലും ഞാൻ വരും. അതിന് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്കൊരു മകനുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്നത്. അപ്പം പുള്ളിക്കാരനെയും കൂട്ടി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതിന് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാറിന്റെ ഈ അഫർമേഷൻസ് ഒക്കെ നോക്കുന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് സാർ. ഒത്തിരി എനിക്ക് ഒരുപാട് സമാധാനമുണ്ട് കേട്ടോ, സന്തോഷമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് യൂട്യൂബ്, നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ള, യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാരും ഇവിടെ ക്ലാസ്സിൽ കയറുന്ന ആൾക്കാരോടുള്ള ഒറ്റ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ യൂട്യൂബ് കാണുന്നില്ല കൊള്ളാം, നിങ്ങളോടല്ല മൊത്തത്തിൽ പറയാം. ഒരു ബട്ടൺ ഇരിപ്പുണ്ട് അവിടെ, അത് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അതിന്റെ പേരാണ് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ. അത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. എല്ലാവരും പ്രസ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് അത് മാത്രം, താഴെ പോയിട്ട് ഒരു കമന്റും കൂടി ഇട്ടേക്കുക. ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്നതാണ് ഇതൊക്കെ പറഞ്ഞ് നമുക്ക് പരിചയപ്പെടാം. അങ്ങനെ ഇടയ്ക്ക് ഞാൻ കയറി അവിടെയൊക്കെ നോക്കും. പിന്നെ നിങ്ങളുടെ ഒരു അല്ല, ഞാൻ ഒരാളുടെ അല്ല, എല്ലാവരോടും പറഞ്ഞു, എല്ലാവരോടും ഒരു ആറ്റിറ്റ്യൂഡും കൂടി പറയുക. നിങ്ങൾക്ക് അങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്. പിന്നെ യൂട്യൂബ് അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഫോർവേഡ് ചെയ്തോ, ഫേസ്ബുക്ക് ആണ് കൂടുതൽ ഫോർവേഡ് ചെയ്യാൻ പറ്റുക. ഏതായാലും താങ്ക് യു വെരി മച്ച് മാം. ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. മറ്റുള്ളവര് കൂടി സംസാരിക്കാരാണ്. ഷൈനി എന്തോ പറയാൻ വന്നു അല്ലെ? ഷൈനി നേരത്തെ വീട്ടിൽ വന്നോ? ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോ, ശാന്തകുമാരി പറഞ്ഞു. ഞാനേ പാലക്കാടാണ്, മണ്ണാർക്കാട്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് കയറിയത്. ഞാൻ പേയ്മെന്റ് അടച്ചു, 31-ാം തീയതി ഞാൻ പേയ്മെന്റ് അടച്ചു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. 3 പെൺകുട്ടികളാണ്, 3 പേരും പുറത്താണ്. 2 പേര് UK-യിലാണ്, വലിയ ആള് ഓസ്ട്രേലിയയിലാണ്. അപ്പോ പിന്നെ രണ്ടാമത്തെ ആള് ഇങ്ങനെ അവിടേക്ക് ഓസ്ട്രേലിയക്ക് മാറാൻ വേണ്ടിയുള്ള ഇതിലാണ്. അവര് മൂത്തവർക്ക് 2 പേർക്ക് ഓരോ കുട്ടികൾ. അപ്പൊ മോൻ അവിടെ പരീക്ഷ എഴുതണം. അവിടെ അവര് ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതണം. അപ്പൊ നാളെ എന്റെ എക്സാം ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രാവിലെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോ ഞാൻ അഫർമേഷൻ ഒക്കെ എഴുതിയിട്ടൊക്കെ റെഡി ആക്കണുണ്ട്. എന്നാലും ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അവന്റെ എക്സാമിനോ?
നാളെയാണ് എക്സാം. ആ കുട്ടിയുടെ എക്സാം നാളെയാണ്. ലാംഗ്വേജ് 3 മരുമകൻ മണിക്കൂറാണ് എക്സാം എന്ന് പറഞ്ഞു. മരുമകനല്ലേ? മരുമകൻ. ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല, പെൺകുട്ടികളാണ്. എന്താ അപ്പൊ ഇപ്പൊ നമുക്ക് വേണ്ടത്? അവര് കുട്ടികൾ, നമ്മുടെ കുട്ടികൾ എന്താ വേണ്ടത്? നാളത്തെ എക്സാമിൽ അവന് ലാംഗ്വേജ് പരീക്ഷയാണെന്ന് പറഞ്ഞു. 3 മണിക്കൂറാണ്. അപ്പൊ അവനതിൽ പാസ്സാവണം. ആ, അതിന് ഞാൻ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുന്നു. അതെ. ഇനി എന്താ അതിന് അതിന് വേണ്ടത്? അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്കുകൾ ഞാൻ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എടുത്തൂടെ? ആ ആ ആ ആ ഇപ്പൊ എന്തെടുക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഏതാണ് വേണ്ടതെന്നാണോ? ഏതാ വേണ്ടതെന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ അമ്മായി കണ്ടു. ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെയാണ് പേയ്മെന്റ് അടച്ചത്. എന്തിനാണ് പേയ്മെന്റ് അടച്ചത്? യൂട്യൂബ് ചാനൽ കണ്ടിട്ട് തന്നെ ഞാൻ പേയ്മെന്റ് അടച്ചത്. അധിക മാമിന്റെ അടുത്താണ് ഞാൻ പേയ്മെന്റ് അടച്ചത്. 31 ഞാൻ പേയ്മെന്റ് അടച്ചായിരുന്നു. എന്തിനാണ് പേയ്മെന്റ് അടച്ചത്? ക്ലാസ് കയറാൻ വേണ്ടിയിട്ട്. ഏത് ക്ലാസ്സിനാ? ഏതാന്ന് പറഞ്ഞോണ്ട് 1 മാസത്തെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, 1 മാസത്തെ ഇപ്പൊ 1-ാം തീയതി മുതൽ തുടങ്ങുന്ന ഒരു ഓക്കെ. ക്യാഷ് എത്ര രൂപ അടച്ചു? എത്ര രൂപ അടച്ചു? 444. അത് മെഡിറ്റേഷൻ അല്ലേ? മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ അത് എല്ലാ മാസവും അടക്കണം. 1 മാസം അടച്ചത് കാര്യമില്ല. എല്ലാ മാസം ഒന്നാം മാത്രം എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷൻ കയറുന്നത്. ഇന്ന് മെഡിറ്റേഷൻ ഇല്ല എന്നല്ലേ? അന്നുണ്ടായിരുന്നില്ല. ഓക്കെ. നിങ്ങള് ഒരു കാര്യം ചെയ്യൂ. അമ്മായിയമ്മ മരുമകന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അല്ലേ അവന്റെ എക്സാം പാസ്സാകും. എന്നാ എല്ലാവരോടും ചോദിക്കാം. എല്ലാവരും ടൈപ്പ് ചെയ്ത് ഏത് ടെക്നിക്കാണ് നമുക്ക് ശാന്തകുമാരി മാമിന് കൊടുക്കാൻ പറ്റുന്നത് ഒന്ന് ടൈപ്പ് ചെയ്ത്. എല്ലാവരും ഏത് ടെക്നിക്ക് കൊടുക്കണം? എല്ലാവരും ടൈപ്പ് ചെയ്ത് നോക്കട്ടെ എത്ര പേർക്ക് അറിയുന്നു. പറഞ്ഞോ, നിങ്ങൾക്ക് അറിയുന്ന ടെക്നിക്കുകൾ എല്ലാവരും പറ. യെസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ടെക്നിക്ക് നമ്മളിപ്പോ പറയും. കമോൺ കമോൺ കമോൺ. IR5 സിറ്റുവേഷൻ. അത് ടെക്നിക്കോ? ആഹാ, പുതിയ അത് അഫർമേഷൻ അല്ലേ? ടെക്നിക്ക് പറയും. ടെക്നിക് പോരാ ടൈപ്പ് ചെയ്യുന്നില്ല. 200 ആൾക്കാരുണ്ട്. പഴയ ടെക്നിക്കുകളെല്ലാം മറന്നുപോയല്ലേ നിങ്ങളെല്ലാവരും? നോക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിലെ ആൾക്കാരെ കൊണ്ട് പറയുക. അവരെല്ലാരും പറയട്ടെ. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കുക. നമ്മൾ ഫലം നേടുക. എല്ലാ ടെക്നിക്കും പഠിപ്പിച്ച എല്ലാം ഓർമ്മയുണ്ട്. റിങ് ഓർമ്മയുണ്ട്, വായു ഓർമ്മയുണ്ട്, 1 to 1 ഓർമ്മയുണ്ട്, ടവലുണ്ട്, കല്ലുണ്ട്, 111 ഉണ്ട്. എന്റെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തവരൊന്നും ഇല്ലടേ ക്ലാസ്സിൽ. ഒരുപാട് ടെക്നിക്ക് 33 ടെക്നിക്ക് 34 32 ടെക്നിക്ക് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇത്രയും വലിയ ചാറ്റൊക്കെ എഴുതിയിടുന്നത്? ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ടെക്നിക്ക് തന്നെ എടുക്കാം. നിങ്ങളെ കൈ എടുക്കുക, കയ്യിലെ വിരലെടുക്കുക. ഇപ്പൊ തന്നെ ചെയ്തു. ഒരു പെണ്ണെടുത്തോണ്ട് ഒരു ഓടിപ്പോയി പെണ്ണെടുത്തോണ്ട്. പറയാട്ടോ, ലീബ മോൾക്ക് പറയാം. 1 മിനിറ്റ്. കയ്യിലെ നിങ്ങളെ മോതിര വിരൽ എടുക്കുക. മോതിര വിരൽ മാറിപ്പോലല്ലോ. ഇത് തെറ്റത്തെ ഭാഗത്ത് ഒരു നമ്പർ എഴുതി വെക്കണം. അപ്പൊ നമ്പർ എഴുതി വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കുക, എന്റെ മരുമകന് പരീക്ഷയിൽ, നാളത്തെ പരീക്ഷയിൽ ഇന്ന ദിവസത്തെ ഡേറ്റ് വെച്ചിട്ട് ഇന്ന ദിവസത്തെ ഡേറ്റിൽ പാസ്സായതിന് നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ട് 3 തവണ പറഞ്ഞുകൊണ്ട് അവിടെ 1212 എന്ന നമ്പർ എഴുതുക. 1212 എഴുതുക. നിങ്ങൾ വിട്ടേക്കുക. നാളെ രാവിലെ ഒന്നുകൂടി ചെയ്യുക. ഇപ്പൊ ഒന്ന് ചെയ്തു, നാളെ രാവിലെ വീണ്ടും ചെയ്യുക. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുക നാളെ കേട്ടോ. ഇപ്പൊ നിങ്ങൾ എഴുതിയല്ലോ? എഴുതിയോ? എഴുതണം.
എഴുതിയെങ്കിലും ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കാം. നിങ്ങളുടെ മകൻ ആ എക്സാമിൽ പാസ്സായോ? പാസ്സായി. ഞാൻ പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. നന്ദി പ്രപഞ്ചശക്തിക്ക് നന്ദി. ശരി, അടുത്തത് ലീബ പറഞ്ഞു. ലീബ മോൾ. സർ, എന്റെ പേര് ലീബ. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്. നിലമ്പൂരിനടുത്തുള്ള കാട്ടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ കുറച്ച് നാളായി സാറിന്റെ വീഡിയോ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിലെനിക്ക് ഒരു ഭയങ്കര പോസിറ്റീവ്, ഞാൻ ഒരുപാട് നെഗറ്റീവ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ സാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പോസിറ്റീവായി ആകാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സാറിന് ഗുരുവായിട്ട് എന്നും കാണണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതിലേക്ക് ഉപരിയായിട്ട് സാർ ഒരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തുക എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ആ ഒരു തുക എഴുതി വെച്ചു. ഇപ്പൊ നിലവിൽ ഞാനൊരു ഗസ്റ്റ് അധ്യാപികയാണ്. ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതെ 3 മാസമായി ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. 2 പിള്ളേരുണ്ട്. ഹസ്ബൻഡ് മരിച്ചുപോയി, അച്ഛനും അമ്മയും മരിച്ചുപോയി. ഞാനും എന്റെ മക്കളും തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇയറിംഗ് എൻഡിങ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ജോലിയൊന്നും കിട്ടാത്തൊരവസ്ഥയായി പോയി. അപ്പൊ വിഷമിച്ചിരിക്കുകയാണ്. വാടക കൊടുക്കണം, എങ്ങനെ ചെലവ് പോകും എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സാറിന്റെ ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പൊ ഞാനത് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം, വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ PSC പഠിക്കുന്നുണ്ട്, HSM മലയാളത്തിന് പഠിക്കുന്നുണ്ട്. അത് 1-2 പ്രാവശ്യം എനിക്ക് എത്തുന്ന ദൂരം വരെ വന്നിട്ട് കയ്യിൽ നിന്ന് പോയതാണ് ആ PSC. അപ്പൊ അതിന്റെ വിഷമമുണ്ട്. ലാസ്റ്റ് ആണ് ഫൈനൽ ചാൻസ് ഇപ്രാവശ്യം വരുന്നത്. അപ്പൊ അതിനെ ഇന്ന് പഠിക്കുന്നുണ്ട്, ജോലിയൊന്നുമില്ല, അതിന്റെ ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോ എന്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു ടീച്ചർ, റീജ എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ലീബ ടീച്ചർ, നിങ്ങൾക്ക് എത്ര രൂപ ഒരു മാസം ചെലവിന് വേണ്ടി വരും? അത് ഞാൻ അയച്ചു തരാം. പകരം എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ നല്ലൊരു അധ്യാപികയാണ്, നിങ്ങൾ ഈ പ്രാവശ്യത്തെ PSC ആദ്യത്തെ ഒരു 25 റാങ്കിനുള്ളിൽ ഏതെങ്കിലും ഒരു റാങ്ക് വാങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ സഹായിക്കാം, അതുവരെ നീ വേറെ ജോലിക്കൊന്നും പോവണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഞാൻ എഴുതി വെച്ച തുക 10,000 രൂപയായിരുന്നു എനിക്ക് കിട്ടേണ്ട തുക. ആ കിട്ടേണ്ട തുക ടീച്ചർ ഓരോ മാസം എനിക്ക് അയച്ചു തരാന്ന് പറഞ്ഞു. കാരണം മുന്നോട്ട് പോകാൻ വേറെ നിവർത്തിയില്ല. ഈ ഒരു തുക കിട്ടിയാലാണ് എനിക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല, ഒരു ജോലി സ്ഥിരമായിട്ടില്ല, ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സാറിന്റെ ഈ ഒരു ഇത് കണ്ടിട്ട് ഈ ഒരു തുക മാസം എനിക്ക് തരാം എന്ന്. എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടായാൽ പോലും ഒരാളെ സഹായിക്കത്തില്ല. അത് ഇത്രയൊരു തുക സാറ് ആലോചിച്ചു. ഓഗസ്റ്റിലാണ് എക്സാം വരുന്നത്. അതുവരെ നീ എവിടെയും പോവാതെ ഇരുന്ന് പഠിച്ച് നീ ആ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണം, ആദ്യത്തെ ഫസ്റ്റ് 25 റാങ്കിന്റെ ഉള്ളിൽ നേടണം എന്ന് പറയുമ്പോ ഒരു കൂട്ടുകാരി എന്നോട് പറയുമ്പോ സാറേ എനിക്ക് പറയാൻ വയ്യ വാക്കുകൾ. ദൈവത്തിന്റെ ഒരു അവതാരമായിട്ടാണ് ആ ടീച്ചറെ തോന്നുന്നത്. അതിലുപരിയായി സാറിന്റെ വാക്കുകൾ. എനിക്ക് ഒത്തിരി നാളായി സാറിന്റെ വീഡിയോയില് ഈ ഒരു കാര്യം തുറന്നു പറയണമെന്ന് വെച്ചിട്ട് എനിക്ക് സാറിനെ കാണുമ്പോ ഇത് പറയണം. കാരണം എനിക്ക് കുറെ നെഗറ്റീവുകള്, സാറിനോട് പറയുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങളോട് ഫുള്ള് നെഗറ്റീവാണ്. മരണങ്ങളും അച്ഛന്റെ അമ്മയുടെ ഹസ്ബൻഡിന്റെ പിന്നെ ഒരു കോടതി കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫുള്ള് നെഗറ്റീവാണ്. പക്ഷെ എന്തെങ്കിലും ഞാൻ രക്ഷപ്പെടും, എന്റെ മക്കളും നല്ല നിലയിലെത്തും, ഞാനും എത്തുന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൊണ്ടാണ് സാറേ ഞാൻ ജീവിക്കുന്നത്. പിള്ളേർക്കായാലും ശരി, സ്കൂളിലെ പിള്ളേർക്കായാലും ശരി, തളർന്നിരിക്കുന്ന പിള്ളേർക്കൊക്കെ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ട് ഞാനിങ്ങനെ ഉയർന്നു വന്ന എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന പിള്ളേരൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ HSA മലയാളത്തില് ആദ്യത്തെ 10ാമത്തെ റാങ്ക്, 3 റാങ്ക് എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനാണ് കല്ല് അഫർമേഷൻ ഞാൻ ഒരു ദിവസം ചോദിച്ചായിരുന്നു സാറിനോട്. കല്ലിന്റെ ഇത് സാറ് പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ്സിന് ഇതുവരെ പേയ്മെന്റ് കൊടുത്ത് കയറാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ കയറും, ഷുവറായിട്ട് ഞാൻ കയറും. സാറിന്റെ ഓരോ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യും. സാർ ഇരിക്കുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് എനിക്കും ഇതുപോലെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് ദൈവം തമ്പുരാൻ തരട്ടെ. അത് അങ്ങേ ഒരു ഗുരുവായിട്ട് തന്നെ ഞാൻ സങ്കല്പിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അങ്ങേപ്പോലുള്ള ഒരു വ്യക്തിയെ ഞാൻ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു. ഈശ്വരാനുഗ്രഹം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ പോലെ തളർന്നിരിക്കും, ഞാൻ സാറിന്റെ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്, എന്നെ പോലെ തളർന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സാറേ. ഒരുപക്ഷെ എന്റെ ജീവിതം കൊണ്ട് എനിക്ക് എപ്പോഴും ചിന്തിക്കുന്നതാണ്, ഞാൻ ഉയർന്നു വന്നു കഴിഞ്ഞാൽ എന്നെ പോലെ തളർന്നിരിക്കുന്ന ഒത്തിരി പേരെ ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് കഴിയണം. അതിനൊരു ഗുരു എനിക്ക് ആവശ്യമാണ്. ആ ഗുരു അങ്ങ് തന്നെയാണെന്ന് ഞാനിപ്പോ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങയുടെ വാക്കുകൾ എനിക്ക് അത്രത്തോളം പ്രചോദനം തന്നെ ആവുന്നുണ്ട്. ഒരുപാട് നന്ദി. ഞാൻ പറയട്ടെ.
വെരി ഗുഡ്, സാറേ ഞാൻ വെരി സാർ ഗുഡ്, ഞാൻ പറയട്ടെ. വെരി ഗുഡ് ലിബിന മോൾ, വെരി ഗുഡ്. നല്ലൊരു ഡിസിഷൻ ആണ് നിങ്ങൾ എടുത്തത്. അതിനേക്കാളും മുമ്പ് ഞാൻ ആദ്യം തന്നെ ആ ഒരു വലിയ മനസ്സിന്റെ ടീച്ചർക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി ഒന്ന് അറിയിക്കുകയാണ്. കാരണം ആ ടീച്ചർ അത്രയും നന്നായി പറഞ്ഞു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങൾക്ക് ഞാൻ ഇത്രയും തരാം, നിങ്ങളിന്ന് ജീവിതത്തെ മാറ്റുമോ എന്ന് ചോദിച്ചതുപോലെ തന്നെയാണ്. ഞാൻ തിരിച്ച് ഇത്രയും സമയം ലിബമോൾ പറഞ്ഞതിന് ഞാൻ എന്റെ ഒരു നേരത്തെ പറഞ്ഞു, സാറിന് കേട്ടു ഗുരുവാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കണ്ടീഷൻ അങ്ങോട്ട് വെച്ചോട്ടെ, അതും കൂടി ഒന്ന് കേൾക്കണം. നെക്സ്റ്റ് എക്സാമിൽ എന്തായാലും നിങ്ങൾ ആ സ്കോർ ചെയ്യുക തന്നെ വേണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നൊന്ന് വന്ന് കാണണം. അത് വന്ന് കാണണം. ഞാൻ ഒരു പ്രത്യേക ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ ഞാൻ എന്റെ മനസ്സിൽ പോയി വെച്ചിട്ടുണ്ട്. അത് ഞാൻ അന്ന് തരും. എന്നെ വന്ന് കാണാം കേട്ടോ. തീർച്ചയായിട്ടും. രണ്ടാമത്തെ ഒരു തിരുത്തുകൂടി വരുത്താനുണ്ട്. എന്നെ പോലെ തളർന്നിരിക്കുന്ന ആൾക്കാരെ ഉയർത്തും എന്ന വാക്ക് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. നിങ്ങളെപ്പോലെ തളർന്നവരെ അല്ല നിങ്ങൾ ഉയർത്തേണ്ടത്. നിങ്ങളെപ്പോലെ എല്ലാവരും എത്തിക്കാൻ മാത്രം നിങ്ങൾ ശ്രമിച്ചാൽ, തളർന്നവരാവണ്ട. നിങ്ങളെപ്പോലെ ബാക്കിയുള്ളവരെ കൂടി എത്തിക്കാൻ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് മാത്രം എടുത്താൽ മതി. സാറേ ഞാന് വേറൊരു കാര്യമുണ്ട്, ഞാൻ എത്ര തളർന്നാലും ഞാൻ തന്നെ പോസിറ്റീവായിട്ട് വരും. നിങ്ങൾ തളരുന്നില്ലല്ലോ. നിങ്ങൾ തളരുന്നു എന്ന് എങ്ങനെയാ പറയണേ? നിങ്ങൾ ഒരിക്കലും തളരുന്നില്ല. അങ്ങനെ സംഭവമേ ഇല്ല നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ ഉയർന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നതാണ്, അവിടെ തളരുന്നില്ല. നിങ്ങൾ ഉയർന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത്ര മാത്രം വിചാരിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയാണ്ട്, ഞാൻ മുമ്പേ നടക്കും, നിങ്ങൾ പിറകെ നടന്നോളൂ. പക്ഷെ നടക്കേണ്ടത് നിങ്ങളാണ്. ഞാനും മുമ്പേ നടക്കും, നിങ്ങൾ കൂടെ നടന്നോളൂ. കൂടെ നടന്നില്ലെങ്കിൽ പിറകെയെങ്കിലും നടന്നോളുക. അതുപോലെ ഓരോ സ്റ്റെപ്പുകളും കയറി നിങ്ങൾ പോകുമ്പോൾ ബാക്കിലും ആൾക്കാർ വന്നോട്ടെ, അവരെ അതിനു വേണ്ടി നിർത്തണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹലോ, ഇനി ആരാ പറയാം? ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ ആളാരാ? ഞാൻ ശൈലജ, നെടുമങ്ങാട്. ശൈലജ പറഞ്ഞു. സാറേ ഞാൻ സാറിന്റെ യൂട്യൂബ് കണ്ടുകൊണ്ട് ഞാനും വന്നതാണ്. എന്നും ഒരു വെള്ളം കുടിക്കുന്നത് പോലെയാണ് സാറിന്റെ, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ടുകൊണ്ട് എന്നും ഞാൻ അഡ്മിനെ വിളിക്കും. ഈ നമ്പർ കാണുമ്പോൾ അഡ്മിനെ വിളിക്കും. യാത് കോഴ്സിന് ചേരണം, യാത് കോഴ്സിന്. സംഭവം കയ്യിൽ പൈസ ഇല്ലായിരുന്നു. എനിക്കും ഞാൻ മോളെടുത്ത് പറഞ്ഞു, മോളെ എനിക്ക് ഇത് ചേരണം മക്കളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ ക്ലാസ്, എനിക്ക് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ മോള് എന്നെ 888 രൂപ തന്നു സാറിന്റെ ക്ലാസ്സിന് കയറാൻ. ഇളയ മോള് പൈസ തന്നു. മോള് പ്രഗ്നന്റ്, ഇപ്പം ബെഡ് റെസ്റ്റ് ഇവിടെ കിടക്കുകയാണ്. അങ്ങനെ മോള് എന്നെ കയറ്റി തന്നു, ഞാൻ കയറി. ഞാൻ ഒരു അംഗൻവാടി ടീച്ചറാണ് സാറേ. അങ്ങനെ ഇപ്പം 1 മാസം കൊണ്ട് പുറത്ത് നിൽക്കുകയാണ്. കാരണം മോക്ക് ബെഡ് റെസ്റ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പം അംഗൻവാടി കയറാൻ പറ്റില്ല. അപ്പൊ ഇപ്പം വന്ന ഓഫീസർ പറഞ്ഞ്, ടീച്ചറെ ഇടയ്ക്ക് ഒന്ന് പിന്നെ 2 മാസത്തേക്ക് പുറത്ത് നിൽക്കുക, എന്നിട്ട് കയറ്, അല്ലാതെ ഇങ്ങനെ റെഗുലറായിട്ട് ലീവ് ആയാൽ പറ്റൂല, അങ്ങനെയാണെങ്കിൽ ശമ്പളം വാങ്ങാൻ ഒക്കൂല. പിന്നെ ഞാൻ വിചാരിച്ച് ശമ്പളം ഇല്ലാതെ ഞാൻ 2 ബസ്സും കയറി അങ്ങ് പോണത് ശരിയാവൂലെന്ന് വെച്ച് ഞാൻ ഇറങ്ങി. അങ്ങനെ ഇപ്പൊ ഞാൻ വീട്ടില് ഇരിക്കുകയാണ്. പിന്നെ അച്ചാറ് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മോൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ അച്ചാറിന്റെ കച്ചവടമൊന്നും ഇപ്പൊ ഇല്ല. പിന്നെ ഇപ്പൊ സാറ് മറ്റേ ഈ ഐ ആം ഹാപ്പി അത് എഴുതാൻ പറഞ്ഞത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സാറ് എന്തൊക്കെ വീഡിയോയിൽ ഇട്ടാലും ഞാൻ അതെല്ലാം നോക്കി ചെയ്തോണ്ട് വരണം. എന്നാലും കുറച്ച് മാറ്റം. ഓക്കെ, ശരി ശൈലജ. പിന്നെ എന്തിനാണ് 858 രൂപ കൊടുത്ത് ക്ലാസ് കയറിയത്? ഞാൻ ഏകദേശം ക്ലാസ് യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ, അത് പ്രാക്ടീസ് ചെയ്ത് എടുത്താ പോരെ? ഞാനതുകൊണ്ട് എല്ലാവരും നിങ്ങൾ കാശ് തന്ന് പേയ്മെന്റ് ക്ലാസ് വരണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. സന്തോഷത്തോടെ സ്വീകരിക്കുക, അതിനെ പ്രാക്ടീസ് ചെയ്യുക, റിസൾട്ട് ഉണ്ടാക്കുക. മകളുടെ 358 രൂപ നിങ്ങൾക്ക് അതിനുള്ള കാശ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതിന് കുഴപ്പമില്ല, സന്തോഷം. ഏതായാലും ആ ക്ലാസ് കാണാൻ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ശ്രമിക്കുക. ചില കാര്യങ്ങള് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ തോട്ട്സിനെ മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൂ. നിങ്ങളെ നെഗറ്റിവിറ്റിനെ മുഴുവൻ ഒഴിവാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതിന് ആ കോഴ്സ് ഉപയോഗിച്ചോളൂ കേട്ടോ.
എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിൽ അവിടെ വെച്ചത് ഉപയോഗിക്കാം. എനിക്കൊന്ന് അതാണ് കോഴ്സ് തോന്നുന്നു. 888 ഏതാണ് കോഴ്സ്? സാറേ ഇപ്പം പിന്നെ ഓക്കെ, ശരി. നമ്മൾ ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. 1-2 മാത്രം എടുത്തിട്ട് നമുക്ക് ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ് ഉണ്ട്, അങ്ങോട്ട് പോവാണ്, സമയം അതിക്രമിച്ചു. ബബിത പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു. ബബിതയ്ക്കും ഒരാൾക്കും കൂടി ചാൻസ് തരാം. ബബിത നിഖിലയും പറയുന്നു. യെസ്, ബബിത പറഞ്ഞു. ബബിത എന്നെ അൺമ്യൂട്ട് ചെയ്യും. അൺമ്യൂട്ട് ചെയ്യും. സോറി പറഞ്ഞോ. യെസ്, പറഞ്ഞോ. എന്താ അൺമ്യൂട്ട്? ഇപ്പൊ കേക്കാം. ഇല്ല, വീണ്ടും മ്യൂട്ട് ചെയ്തോ? മ്യൂട്ടാണ് ബബിത. ഓക്കെയാ? ഇപ്പൊ ഓക്കെയാണ്. വീഡിയോ ഇല്ലെന്നേ ഉള്ളൂ. പറഞ്ഞോ. സാറിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഞാൻ ഷോപ്പ് അടച്ചിട്ട് വേഗം ഓടി വരാറാണ് ദിവസം. അത് ചില ദിവസം കേൾക്കാൻ പറ്റാറില്ല, എന്നാലും പകുതിയാകുമ്പോഴൊക്കെ ഞാൻ ഇരിക്കാറുണ്ട് ഓടി വന്നിട്ട് തന്നെ. പിന്നെ സാറിന്റെ ക്ലാസ് കയറിയതിന് ശേഷം എനിക്ക് ബിസിനസ് ഒന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണ്. പണ്ട് മുതലേ അത് എപ്പോഴും ചിരിച്ചും കളിച്ചും തന്നെ ജീവിക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും അത് നമ്മളെ ജീവിതം കണ്ടിട്ട് എല്ലാവർക്കും ഒരു അത്ഭുതവും എല്ലാവരും പറയുന്നതുമാണ്, നിങ്ങളെപ്പോലെ ആയിരിക്കണം. പക്ഷെ ഈ 1 വർഷമായിട്ട് എനിക്ക് അനിയത്തിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് 6 മാസം അനിയത്തി ആശുപത്രി തന്നെയായിരുന്നു. ആശുപത്രിയിൽ അനിയത്തി ഇങ്ങോട്ടില്ല എന്ന് പറയുന്ന ഡോക്ടർ. അപ്പോൾ ആങ്ങളെയുണ്ട്, ആങ്ങളെ പുള്ളിക്കാരെ നോക്കാൻ വയ്യ എന്നുള്ള ഒരു രീതിയിൽ ഭാര്യേനെയും പിള്ളേരെയും കൊണ്ട് ഖത്തറിലോട്ട് പോയി. പിന്നെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഞാനും ഭർത്താവും കൂടിയാണ് നോക്കിയത്. അപ്പോൾ പൈസയൊന്നും നമ്മുടെ അടുത്ത് പൈസയൊന്നും അങ്ങനെ നോക്കാനുള്ള പൈസ ഇല്ല. പക്ഷെ എല്ലാവരും പഞ്ചായത്തും എല്ലാവരും ഏറ്റെടുത്തിട്ട് പുള്ളിക്കാരിന്റെ അക്കൗണ്ടിൽ വന്ന പൈസനെ കൊണ്ട് തന്നെയാണ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയത്. പക്ഷെ നോക്കി എടുത്തത് നമ്മളാണ്. ഈ 6 മാസം സാറിന്റെ ഈ ക്ലാസ്സിൽ കയറുന്ന സമയത്തൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് സാറിന്റെ ക്ലാസ് കയറിയതിന് ശേഷം, ആ ഒരു സമയത്ത് ഇതുപോലെ ആങ്ങളെ എപ്പോഴത്തേനും 1 വർഷം, കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-ാം തീയതി ആക്സിഡന്റ് ആയതാണ്. അപ്പൊ 6 മാസം ആസ്പത്രിയിൽ നിന്ന് നമ്മൾ അതുപോലെ സംസാരിച്ച് എന്റെ ഭർത്താവ് ഒരുപാട് നല്ല ജോളിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ നിന്ന് സംസാരിച്ച് അവള് ഒന്നും മിണ്ടാത്ത, ഒന്നും ഒരു അനക്കവും ഇല്ലാത്ത ആളാണ്. തെറാപ്പിയിലൂട്ടി എല്ലാം ശരിയായി നടത്തി വീട്ടിൽ കൊണ്ടാക്കി. ഈ 1 വർഷമായപ്പം പുള്ളിക്കാരൻ ആങ്ങളെ വന്നതിന്റെ ശേഷം ഭയങ്കര ചീത്ത നമ്മളെ. അവളുടെ പൈസ മൊത്തം എടുത്ത് നിങ്ങൾ ബബിത എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ സ്റ്റോറിയാണോ ഇവിടെ എല്ലാവർക്കും കൊടുക്കാൻ പോകുന്നത്? എന്താണ് ബബിതയുടെ അൾട്ടിമേറ്റ് പറയാൻ പോകുന്ന കാര്യം? അല്ല, ഞാൻ ഈ ആക്സിഡന്റ് ആകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ. അല്ല, ഒരു മിനിറ്റ്. ഇതിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ നമ്മൾ മറ്റുള്ളവരുടെ സമയം വേസ്റ്റ് കളയണ്ടല്ലോ ബബിത. അവിടെ വീണ്ടും ഇത് പറഞ്ഞു പോയിട്ട് ഇത് കുടുംബ പ്രശ്നം, ഫാമിലി അല്ല, നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങളിൽ ഇതെന്തിനാണ് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് ഇപ്പൊ നമുക്ക്? ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. എനിക്ക് പറയാനുണ്ട്, ഒരു 1 മിനിറ്റ്. ആരാണ്? സാർ. ഓക്കെ, ഞാൻ സമയം കഴിഞ്ഞു. ബാക്കി അടുത്ത ക്ലാസ് പറയാം. മറ്റുള്ളവർ അവിടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത ദിവസം ബാക്കി സംസാരിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര. താങ്ക് യു.